അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ മഞ്ചേരി ചന്തയിടും. ഞാൻ സുക്കീറാക്കുന്നത് ഒരു പോത്തുകുട്ടിനെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. സാധനം ഇഷ്ടം പോലെ ഉണ്ട്. അതിന് തെരഞ്ഞുകൊണ്ട് റെഡിയാക്കാൻ നിൽക്കാം. തെരഞ്ഞിട്ട് ഒന്ന് വെയിൽ ചൂടായാലും കുറച്ചൊക്കെ വിലക്ക് ആദായം ഉണ്ടാവും. അപ്പൊ നല്ല വിലയാണ്. ഇപ്പൊ കന്ന് എടുക്കണല്ല കുറച്ചുകൂടി കാത്തു നമുക്ക് ഒന്നുകൂടി കാത്തുന്നാല് വില കുറയില്ലേ? വില കുറച്ചിട്ടൊക്കെ പോയാൽ മതി, എടുത്താൽ മതി. അങ്ങനെ നമ്മള് മഞ്ചേരി ചന്തയിലെത്തി. ഇതാണ് മഞ്ചേരി ചന്ത, പയ്യനാട് ചന്ത. ഇനി പോയിട്ട് അതിൻ്റെ ഉള്ളത്തെ കാഴ്ചകൾ കാണാം. ഇഷ്ടം പോലെ കന്നുള്ളൂ. ഓത്തായിട്ടും കാളായിട്ടും അതിന് ബാക്ക് പോയി കണ്ട തൊട്ട് കിട്ടും. അടിപൊളി കാള, അടിപൊളി കാള. മൂപ്പേർക്കൊരു കാള എടുക്കാനാണ്. കാളല്ല, പോത്ത്. സുക്കറാക്ക നമ്മള് പോത്തലെടുക്കണ് തെരഞ്ഞു നോക്കല്ലേ? ഇതൊരു ദുന്യാവ് നിറച്ചോനുണ്ട്. ഉച്ചയാകോളം തരണം. തട്ടു നോക്കിട്ടോ, തട്ട് കിട്ടും. അതാ പേടി. വേഗം ഒരൊറ്റ തട്ടാവും. ഇത് നീട്ടല്ല പോത്താണല്ലേ? എടുക്കുമ്പോ ജാതി എടുക്കണല്ലേ? ഇതൊക്കെ നോക്കി എടുക്കാനറിയണല്ലേ? എടുക്കാനറിയണം. ഇവിടെ കഥാ പോത്തോള് ഒരു വരിയായിട്ടിരിക്കണം. ഇതിലിപ്പോ ഏതാ നമുക്ക് പറ്റിയ? വേറെ അതവിടെ വരിയായിട്ട് ചെറിയ പോത്തോള് കൊണ്ടേ ഇങ്ങനെ വളർത്തി വലുതാക്കല്ലോ. ഇതിനെത്ര? 46. ഇതിന് 46 റുപ്യയുടെ വേണ്ട. സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. 46 ഉണ്ട്, 36 ഉണ്ട്, 20 ഉണ്ട്, 25 ഒക്കെ ഉണ്ട്. നമുക്ക് അതിലൊന്ന് പോയേക്കല്ലേ? ഇഞ്ഞൊന്ന് പോയേക്കല്ലേ? ഇതൊക്കെ എരുമാളാണ്. എരുമാള സെക്ഷനാണിത്. ഫുള്ള് എരുമാള്. ഇതൊക്കെ എരുമാളാണ്. ഒരു അടിപൊളി കാളല്ലേ? അടിപൊളി വെള്ളക്കാളകളല്ലേ? ഒക്കെ വെള്ളക്കാളല്ലേ? ഇവിടെ അതിനേക്കാളും സാറിന് അല്ലേ? ഇതൊരു സെക്ഷൻ അല്ലേ? ഒരേ പോലത്തെ അല്ലേ? ആന്ധ്രക്കാള ഇതൊക്കെ. ആ ബാഗ് കാണതോ? ഇതൊക്കെ ഏത് ടൈപ്പാ? ഇതൊക്കെ ഏത് ടൈപ്പാ? വടക്കൻ കാളകളല്ലേ? അതൊക്കെ ആന്ധ്രക്കാളകളല്ലേ? ആന്ധ്രക്കാളകൾ. ഈ കാളന്റെ ചൊറുക്കല്ലേ? അടിപൊളി അല്ലേ? ഇതെത്ര വില ഉണ്ടോ? വെറുതെ നമുക്ക് ആവശ്യമില്ലാലും വെറുതെ ചോദിച്ചു നോക്കണം. ആവശ്യമില്ലെങ്കിൽ ഇതിന്റെ വില അറിയാലോ. ഇതിന്റെ ചൊറുക്കണ്ടിട്ട് അല്ലേ? എന്താണ് ഈ കാളന്റെ ചൊറുക്കല്ലേ? എന്ത് ചൊറുക്കല്ല കാളല്ലേ? ഇതിന്റെ ആളവിടെ കാണല്ല, ഉടമനെ കാണല്ല. എന്നാ ചോദിച്ചു നോക്കാൻ ഇതിന് എത്ര വില ആണ്. നല്ല ഷേപ്പിലെ കാളല്ലേ? എന്താ അതിന്റെ ചൊറുക്ക്? എത്ര? ഇതിനോ 62 റുപ്യ? 58 അല്ലേ? എന്തിനത്ര 64? ഇതിന് 64. ചോദ്യം അല്ലേ? കോലം പോലെ തരാന്ന്.
ഈ ചന്തയിലെ ഏറ്റവും വലിയ 2 കാളാണല്ലേ. എന്താ സൈസില്ലേ, അടിപൊളിയില്ലേ. ഇതിന് വെറുതെ വില വെച്ച് നോക്കിയാണ് എത്ര ആക്കണ ചങ്ങായി, ചോദിച്ചു നോക്കിയാണ് എത്ര വില. ഓരോളി വരാൻ പറയും. മൂരിയാ അപ്പുറത്തോ 1.5 1.15 രണ്ടും പാടെ 2,000 അല്ലേ. ഇത് രണ്ടിനും പാടെ 2,20,000 രൂപ അല്ലേ. ഇവിടെ അല്ലേ ഏറ്റവും വലിയ കാളയിട്ടത് ചന്തീത്ത. ഇത് വലിയൊരു പോത്തല്ലേ. ഇതൊക്കെ എത്ര കിലോ ഉണ്ടാവും, കിൻഡൽ ഉണ്ടാവും? 3.5 ഉണ്ടാവും അല്ലേ. ഇന്നത്തെ ഇങ്ങനെ ആടുന്നു, വെയിലുണ്ട്. ആ ഓ, അതിന്റെ അപ്പുറത്തൊക്കെ വലിയൊരു പോത്ത് അല്ലേ. ഇതാണ് ഈ കൂട്ടത്തില് ഏറ്റവും വലിയ പോത്തില്ലേ ഇവിടുത്തെ സൈസ് പോത്തുകൾ. ആൾക്കാർ എടുക്കണില്ലല്ലേ. കന്ന് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. പുള്ളിപ്പജ്ജി ഇത് അവിടെ അല്ലേ. പല ഐറ്റംസ് ഉണ്ട്. പല നല്ല സാധനം ഉണ്ട്, ആരും എടുക്കണില്ലല്ലേ. ഇതിലെ ഏറ്റവും വലിയ പോത്താണ് കേട്ടോ. ഇതിന് ആളുകൾ വന്നാണ് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. വെയിലായതുകൊണ്ടാണ് ക്ലിയർ ആകാത്തത്. ഏറ്റവും വലിയ പോത്ത് 1000 പോയൊക്കെ. ഇതൊക്കെ എരുമാളല്ലേ, പച്ചപ്പാമേരും. എരുമാളല്ലേ, ചവിട്ടുവോ പട്ടച്ചോന? അതില് പോവാ. ഇതൊക്കെ 60 കന്നുകളല്ലേ. ഇതൊക്കെ പൈക്കളല്ലേ. ഇതൊക്കെ പറ്റ പുറത്തം മുട്ട പൈക്കളല്ലേ. ഇതൊക്കെ എരുമ കുട്ടികളല്ലേ. നമ്മളെ ബസ്സിലെ ഡ്രൈവറെ കണ്ടിവിടെ പോത്തുംകുട്ടിനെയും പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മളാളാ. ഇവരോട് ചോദിച്ചു നോക്കിയോ, ചിലപ്പോൾ മട്ടംപോലെ തരുവാക്കാരം. അവളാണിത്. പഴയ കോഴിക്കോട് കാളിയ ബസ്സിലെ ഡ്രൈവറാ. കട്ടക്കാലത്തിന് കണ്ടാണ്. എന്താ ചോദിച്ചു നോക്കി. പറഞ്ഞോ, എന്റെ അതിന്റെ സാധനത്തിന് വില ഉണ്ടാവില്ല. ഇച്ച് വേണ്ട, മൂപ്പർ കൊടുത്താ. ഇച്ച് പോത്തും എരുമീൻ പച്ചൊന്നും വേണ്ട. അപ്പൊ ഞാൻ എന്റെ പരിചയക്കാരോട് ചെറിയ ഡിസ്കൗണ്ട് ഉണ്ട്, ബന്ധമുണ്ട്. അപ്പൊ ഓന്റെ ഭാഗം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്യാറുണ്ട്. 45 റുപ്യ അല്ലേ. അന്നപ്പ ഇവിടെ ഒരു പ്രതീക്ഷ ഇല്ലാതെ കണ്ടാണ്. അങ്ങനെ 45 റുപ്യ 45 റുപ്യ കേട്ടോ ഇതിന് വില. ഒന്നര പോത്തക്കുട്ടിക്ക് 45 റുപ്യ വില. പല സൈസില് പല വിലൻ്റെ കേട്ടോ. 45-നുണ്ട്, 50-നുണ്ട്, 60-നുണ്ട്. ഇന്ന് ഇഷ്ടം പോലെ പോത്തുകളുണ്ട്, വില കന്നുകളുണ്ട്. വാങ്ങാനാളില്ല എന്നാണ്. ഞങ്ങൾ നല്ല വില കുറയോന്ന് കരുതിയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ വേലി വിടാലേ ഇതിനൊക്കെ വില കുറയാലോ. നോക്കാം, ഇതിന് വാട്ടം പിടിച്ച് ഇങ്ങനെ ഇവിടെ നിൽക്കുക. ചിലപ്പോൾ വില കുറഞ്ഞാലോ. കാണണം. നാളെ പറയാതിരിക്കന്നെ ഓൻ തന്നെയാണ്. 47 പറഞ്ഞാ 40-നോ 30-നോ കിട്ടുമോ, 30-നോ കിട്ടുമോ? ചോദിച്ചോളൂ.
സൂപ്പർ പോക്കുന്നു. കുട്ടികളെ കിട്ടിയാൽ രാവും വേണ്ടപ്പോ 500 നോട്ട് കിട്ടിയപ്പോ 500 റുപ്യൻ്റെ കച്ചവടമാണ്. 500 റുപ്യ ലാഭം കിട്ടിയപ്പോൾ കൊടുക്കുന്നതാണ്. നല്ല കറച്ചോക്കുള്ള ₹60 എല്ലാം ചോദിക്കാൻ എന്നോട് കാശ് പറഞ്ഞു. ഈ പോത്തിനത്തിന് 60 റുപ്യാണ്. 60 രൂപയാണ് ഇതിന് പറയുന്നത്. ഇവിടെ വേറെ 60, 40, 50 ഒക്കെ ഉണ്ട്. ഇവിടെ പല ഐറ്റംസ് പോത്തുകളുണ്ട്. കൊണ്ടിട്ട് വളർത്താൻ പറഞ്ഞ അന്ന് പറയണില്ല. വിട്ടാണ് നിങ്ങളെ ദേഷ്യം പിടിച്ച് വണ്ടി എത്രയാണെന്നറിയോ? 33 ചെറുപ്പം എത്താണ് ഇങ്ങനെ വണ്ടി എത്ര കഴിഞ്ഞോട്ടെ പിന്നെ വീട്ടിൽ ഇന്നോ പറഞ്ഞില്ലാണ് ഇതിലും 15 കിലോ അതാക്കണ്ടേ ഇതിലും 15 കിലോ കൊണ്ടുപോകുമ്പോ ഒന്നേ ഉണ്ടാവുള്ളൂ. 2 55 പറഞ്ഞാല് മട്ടൻ പോലെ തരികയെ 11 രൂപ അല്ലേ? കഞ്ഞി കുടിച്ചിക്കണ്. നിങ്ങള് മട്ടൻ പോലെ തരികയാണെങ്കിലേ 2 കൊടുത്താ പിന്നെ 2 പാടെ ഒരു മട്ടൻ പോലെ തരും. എന്തേലും വെയില് മൂത്തിക്കണ്. 2 പാടെ മട്ടൻ പോലെ തരും. വെയില് മൂത്തിക്കണ്. വെയില് മൂക്കുമ്പോ ഒരു കുറയലുണ്ടല്ലോ. ഇത് 2 പാടെ എത്രയാവും? അപ്പൊ കൂടിയോ നിങ്ങള് കുറച്ച് നേരത്തെ പറഞ്ഞേക്കാളും? ഇത് 2 പാടെ 60 റുപ്യക്ക് നിങ്ങള് വെയില് കൂടായില്ലേ? നിങ്ങളിപ്പോ എത്ര രൂപ പറയണേ? 61 റുപ്യാണ് ഇപ്പൊ ഞങ്ങൾ വണ്ടി കയറ്റി കൊണ്ടുണ്ട്. ഇത് 2 പാടെ ഞങ്ങൾ 61 റുപ്യക്ക് എടുക്കുന്നുണ്ട്. ഈ കാളക്കുട്ടിയൊക്കെ വില വെച്ചാണ്. ഇതൊക്കെ എത്ര വില ഇതിന്? ഇതോ ആ ഇത് 16 ഒന്നിന് 16 റുപ്യ അല്ലേ?
മൂന്നെണ്ണം പാട് എടുക്കുകയാണെങ്കിൽ വല്ല ഡിസ്കൗണ്ട് ഉണ്ടാവൂലേ? വലിയത് വേണം, ചെറിയത് വേണം. ചെറുത് ചെറുതേതാ? ഏതെങ്കിലും വേണ്ട നോക്കിയാ അങ്ങോട്ട് വേണം ഇങ്ങോട്ട് വേണം, ഏത് വലുത് വേണടാ? ഇത് മഞ്ഞപ്പെട്ടിക്കല്ലേ? അങ്ങനെ പറയാലോ. ചെങ്ങായിട്ട് വാങ്ങാൻ ക്വാളിറ്റി കൊണ്ടേക്കോ. അത് ശരി, എന്റെ പേരൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിനെത്ര ഓരോന്നിന്? ഇതിനൊക്കെ എത്ര? 45 റുപ്യ കണ്ടേ പറയാം. നമ്മളെ കണ്ട് ചോദിച്ചാ ഇതിന് കുറച്ച് ചെറുതായി ചെയ്തല്ലേ? കുറച്ച് ചെറുതായി ചെയ്തല്ലേ? എന്തോ ഒരു കാട്ടകാലാണ്. എന്റെ ഉള്ള കൈ കുടി കൊണ്ടേ പെണ്ണുങ്ങൾ സർക്കാരുമായി കഴിക്കൂലേ? ഓരോ വണ്ടിയുണ്ട്. ടിപ്പറിലോട് കയറ്റിട്ട് അവിടെ കൊണ്ടുപോയി പൊന്തിച്ചാൽ മതി. വണ്ടിയില്ലാത്ത കേസില്ല. നിങ്ങള് പോത്തിന് കുറച്ച് വില കുറച്ച് തരി, എന്നാ പിന്നെ നമുക്ക് നോക്കാം. ഏതാ വേണ്ടത് ദുഃഖറാക്കാൻ പറഞ്ഞോളി. അത് നോക്കട്ടെ, അത് ഇപ്പൊ നോക്കിട്ട് കാല പറ്റിയതിലില്ല. അത് പോയിട്ടില്ല. ഏടാടെ പെരും പേരെയും പറഞ്ഞു ഉത്തരക്കുണ്ട്. അപ്പൊ അതിപ്പോ ഒന്നും പോണില്ല. അടുത്ത ബുധനാഴ്ച പോണുള്ളൂ. 68 ഞങ്ങൾ 61 പറഞ്ഞു. 68 പറഞ്ഞു. ഞങ്ങൾ 61 പറഞ്ഞു. 61 പറഞ്ഞു. അല്ല ഓക്കെ 65 68 പറഞ്ഞാലും പോട്ടെ. ഞങ്ങൾ 61 റുപ്യ 60 ഞങ്ങളെ കാഴ്ച 61 റുപ്യ ഞങ്ങൾ പറഞ്ഞു. ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടേ പോയിട്ടേ അതിപ്പോ 64 ഇട്ട് എടുക്കാണ്ടാവും. 32 ഉറുപ്പ്യക്ക് ഉണ്ടോ? എടുക്കണ്ട ചങ്ങായി, എടുക്കണ്ട. നമ്മള് മര്യാദ ചോദിച്ചു നോക്കാം മനുഷ്യനോട്. അല്ലാതെ അയാൾ തരൂലേ? അടുത്ത ബുധനാഴ്ച നോക്കാം. അടുത്ത ബുധനാഴ്ച വേണ്ട. 62 64 ഇട്ട് ചോദിച്ചു നോക്കണം. പോവാണ്. ഞങ്ങള് മര്യാദക്ക് പോയിക്കോളി. ഞാൻ പോയി വേലയുടെ ഇനി തടുക്കല്ലോ ഇവിടുന്ന്. ഇതൊന്നും നടക്കണമല്ല, വെറുതെ കെട്ടിട്ടൊക്കെ അല്ലാതെ. ഇല്ലേനാണ് ഈ പേരും പേര്. ടിപ്പർ കൊണ്ടുവന്നില്ലേ? ടിപ്പറില് കരിങ്കല്ല് എംസാന്റെ ഒക്കെ അല്ലേ? ടിപ്പർ കൊണ്ടുവന്നില്ല ഇതിന്. നിങ്ങൾ കണക്കൂട്ടിയ കായ്ക്കണേ നിങ്ങൾ എടുത്തോളി. നിങ്ങളൊന്നാണീ പോവാ, നടക്കണില്ല. വേണ്ട, വേണ്ട. ഞങ്ങളാരും ഞങ്ങൾ കൂട്ടി വെച്ചിക്കണേ. ഇതിനെത്ര വെച്ചോ? രണ്ടും പാടം 30. വിട്ടുനിർത്തണം, കുറച്ച് വിട്ടുനിർത്തണം. കിട്ടുണ്ടോ? ഉജിയാക്കണ്ടെങ്കിൽ പോയി പോത്തും കൊണ്ടേ കാരണം മുമ്പേക്ക് വേണ്ടി. അങ്ങനെ ചന്തന്റെ വീഡിയോ കഴിഞ്ഞു. ചന്തയ്ക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വില കൂടുതലായതുകൊണ്ട് ഞങ്ങൾ വാങ്ങില്ല. ഇനി അടുത്ത ബുധനാഴ്ച വരാം മഞ്ചേരി ചന്തയ്ക്ക്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ.